VC നിയമനത്തിനായുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നതിനായി ചേർന്ന കേരള സർവകലാശാല സെനറ്റ് യോഗം അലങ്കോലമായി. മന്ത്രി ആർ ബിന്ദു യോഗത്തിൽ പങ്കെടുക്കുകയും അധ്യക്ഷസ്ഥാനം സ്വയം ഏറ്റെടുക്കുകയും ചെയ്തതിനെതിരെ VC രംഗത്ത് വന്നു. സെർച്ച് കമ്മിറ്റിയിലേക്ക് താൻ പേര് നൽകുമെന്നും VC വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേർന്നുണ്ട്. രശ്മി, എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, VC നിയമനത്തിനായുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരള സർവകലാശാല ഇന്ന് സെനറ്റ് യോഗം ചേർന്നത്. വളരെ നാടകീയമായ രംഗങ്ങളാണ് യോഗത്തിൽ അരങ്ങേറിയത്. VC മോഹനൻ കുന്നുമ്മലിന്റെ അധ്യക്ഷതയിലാണ് സെനറ്റ് യോഗം വിളിച്ചു ചേർത്തത്. പക്ഷേ വളരെ അസാധാരണമായി മന്ത്രി ആർ ബിന്ദു അവിടേക്ക് എത്തുകയായിരുന്നു. യാതൊരു ക്ഷണവും ഇല്ലാതെയാണ് മന്ത്രി എത്തിയത്. അതിനുശേഷം സ്വയം അധ്യക്ഷപദം അലങ്കരിക്കുകയായിരുന്നു. പിന്നീട് ഇടതംഗങ്ങൾ പ്രമേയം അവതരിപ്പിച്ചു. ഈ പ്രമേയം പാസ്സായതായി മന്ത്രി അറിയിക്കുകയായിരുന്നു. തുടർന്ന് മോഹനൻ കുന്നുമ്മലും VCയും മന്ത്രിയും തമ്മിൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം മന്ത്രി പ്രതികരിച്ചത് ഇത്തരത്തിലാണ്. അതായത് ചാൻസലറുടെ അഭാവത്തിൽ പ്രോ ചാൻസലറായിട്ടുള്ള മന്ത്രിക്ക് പങ്കെടുക്കാം എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞത്. പക്ഷേ ഇത് ശരിക്കും ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ മന്ത്രി രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടൽ നടത്തിയതിനെതിരെ ഉയരുന്നുണ്ട്. VC മോഹനൻ കുന്നുമ്മൽ പറഞ്ഞത് ഇത്തരത്തിലാണ്. താൻ വിളിച്ചു ചേർത്തൊരു യോഗമാണ്. ഇതിൽ ഇത്തരത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കാനും പ്രമേയം പാസ്സായതായി അറിയിക്കാനും കഴിയില്ല എന്നുള്ളതാണ് VC പറഞ്ഞൊരു കാര്യം. ഏതായാലും കോൺഗ്രസ് അംഗങ്ങൾ പ്രതിനിധിയുടെ പേര് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഗവർണറുടെ നോമിനികളും ഉണ്ട്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് ഗവർണറായിരിക്കും. പ്രതിനിധിയെ തീരുമാനിക്കാതെ ഇന്നത്തെ സെനറ്റ് യോഗം പിരിയുകയായിരുന്നു. വിഷ്ണു, വ്യക്തമാണ്. രശ്മിയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.